ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് CPM ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാറുകൾ, എൻ്റെ അടുത്തുള്ള കാറുകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിയൊരു വണ്ടിയാണ്. ഫസ്റ്റ് വാങ്ങിയ വണ്ടിയാണ് കേട്ടോ ഇത്. ഇതിന് പൈസ കുറവാണ്. ഫസ്റ്റ് തന്നെ വാങ്ങിയിട്ട് ഇതിൻ്റെ ടയറൊക്കെ അത്യാവശ്യം ഓഫ് റോഡ് പോലെ ആക്കി വെച്ചൊരു വണ്ടിയാണിത്. അത്യാവശ്യം പൊന്തിച്ച് വെച്ച വണ്ടിയാണ് ഇത് വരുന്നത്. പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഇത് നമ്മളെ CPM കളിക്കുന്നതിന് ഫസ്റ്റ് കിട്ടുന്നൊരു വണ്ടിയാണ്. ഇത് ഞാൻ അത്യാവശ്യം താത്തി വെച്ചിട്ടുണ്ട്. നേരം തൊട്ട് നിൽക്കുന്നൊരു വണ്ടിയാണ്. ഇത് എവിടെയും കയറൂല ഈ വണ്ടി, അതാണ് ഇത്. പിന്നെ ഞാൻ വെറുതെ വാങ്ങിയിട്ടതാണ്. കുറച്ച് കളറൊക്കെ അടിച്ച് വെറുതെ വാങ്ങിയിട്ട് വെച്ചതാണ് കേട്ടോ ഈ വണ്ടി. പിന്നെ ഇതങ്ങനെ എടുക്കലില്ല. അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഒരു വാനാണ്. ഇത് ഞാൻ ട്രാവലർ ഒരാൾക്കാണെന്ന് വിചാരിച്ച് വാങ്ങിയാണ്, പക്ഷെ അന്ന് നടന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടതാണ്. ഇത് ഞാൻ ഒരു ഓഫ് റോഡ് കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് പൊന്തി നിൽക്കുന്നത്. പിന്നെ അലോയ്ക്കൊക്കെ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുള്ളി ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഫുള്ളി ബ്ലാക്കാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടി ഇതാണ് കേട്ടോ. പിന്നെ നമ്മളെ വണ്ടി എന്ന് പറയുന്നത് താറാണ്. താർ ഞാനും അങ്ങനെ ഓടിച്ചിട്ടില്ല. ബ്ലാക്ക് കളർ അടിച്ച്, പിന്നെ അത്യാവശ്യം ഓഫ് റോഡിന് വേണ്ടിയിട്ട് പൊന്തിച്ച്, പിന്നെ അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചെയ്തത് വണ്ടിക്ക് പിന്നൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ, ഇത്രേ ആയിട്ടുള്ളൂ. പിന്നെ മുമ്പിലൊരു ബമ്പർ എങ്ങാണ്ടും കയറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ബാക്കിലോ മുമ്പിലോ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ താറ് വരുന്നത്. നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത് നമ്മളൊരു പച്ച കളറ് വണ്ടിയാണ്. ഇതും ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ ബാക്ക് സൈഡ് നോക്കിയിട്ട് സ്വിഫ്റ്റാന്ന് തോന്നി വാങ്ങിയൊരു വണ്ടിയാണത്. ബാക്ക് സൈഡ് കറക്റ്റ് സ്വിഫ്റ്റിൻ്റെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും ഇതിൻ്റെ അത് ചെയ്തിട്ടില്ല. ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. അതേ പെയിൻറ്റ്, പിന്നെ താത്തയും പൊന്തിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. അതേ വണ്ടി നമ്മൾ ബാക്ക് വൺ മാത്രം വാങ്ങിയത്. പിന്നെ വാങ്ങിയത് ഇത് ഞാൻ വെറുതെ വാങ്ങിയിട്ടൊരു വണ്ടിയാണ് കേട്ടോ. വെറുതെ വാങ്ങിയിട്ട് ഒരു ലുക്ക് കണ്ടൊരു വാങ്ങിയിട്ടൊരു വണ്ടിയാണിത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വാങ്ങിയത് ഇങ്ങനെ തന്നെ വെറുതെ വാങ്ങിയതാണ്. പിന്നെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഞാൻ സ്വിഫ്റ്റാന്ന് വിചാരിച്ച് വാങ്ങിയൊരു വണ്ടിയാണ്. മുമ്പ് നോക്കിയ കറക്റ്റ് സ്വിഫ്റ്റ്, പക്ഷേ ബാക്കിലോട്ട് വരുന്നേരം വേറൊരു വണ്ടി. മുമ്പ് കറക്റ്റ് സ്വിഫ്റ്റാണ്, നല്ല അച്ചടിച്ചിട്ടുള്ള സ്വിഫ്റ്റ് പോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. അല്ലാണ്ട് ലുക്ക് നോക്കിയിട്ടൊന്നല്ല വാങ്ങിയത്. സ്വിഫ്റ്റ് നോക്കിയിട്ട് വാങ്ങിയത്. ഞാൻ അതുപോലെ ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കേരളത്തിൽ സ്വിഫ്റ്റിൻ്റെ മോഡൽ ചെയ്യണമെന്നായിരുന്നു, അതിനാണ് ഇത് വാങ്ങിയത്. പക്ഷെ വാങ്ങിയപ്പോൾ മാറിപ്പോയി. പിന്നെ ഒരു വാന് പോലത്തെ വണ്ടി വാങ്ങിയത്. ഇത് ഫുൾ ഓഫ് റോഡ് കൊണ്ടുപോയി ചളിയായിട്ടാണ്, അല്ലാണ്ട് പേരൊന്നും അടിച്ചല്ല. അങ്ങനെ ചെളി കിടക്കാൻ. പക്ഷേ ഇതിൻ്റെ സൈഡിലത്തെ 2 ഡോറ് നീക്കാൻ പറ്റും, ബാക്കത്തെ ഡിക്കി തുറക്കാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് വണ്ടിയാണിത്. അതുകൊണ്ട് ഇതൊന്ന് വാങ്ങി വെച്ചതാണ് വെറുതെ. പിന്നെ വാങ്ങിയത് നമ്മുടെ ഹമ്മറാണ്. അത്യാവശ്യം ഓഫ് റോഡാണ് ഇനി ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല പൊന്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ഓഫ് റോഡിനല്ലാണ്ട് ഞാൻ പിന്നെ മറ്റേ വണ്ടി ബാക്കിൽ ക്യാരി ചെയ്യുന്ന വണ്ടിയല്ല, ഒരു കൊട്ടാരത്തെ സാധനം ക്യാരി ചെയ്തുകൊണ്ടുവന്ന അതിനുമാണ് ഇത് വണ്ടി വാങ്ങിയത്. വണ്ടി എന്ന് വെച്ചാൽ അത്യാവശ്യം സൂപ്പർ വണ്ടി തന്നെയാണ് കേട്ടോ അത്. പിന്നെ വാങ്ങിയത് നമ്മുടെ ഒരു ബ്ലാക്ക് കളർ, ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതാണ് പിന്നെ വാങ്ങിയത്. ഇതും അങ്ങനെ തന്നെ വാങ്ങിയതാണ്. ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഏകദേശം താത്തി വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇത് ഞാൻ ലുക്ക് കണ്ടിട്ട് വാങ്ങിയ തന്നെയാണ്. മേഘത്തെ മുമ്പത്തെ എൻജിനൊക്കെ കണ്ട് വാങ്ങിയതാണ്. പിന്നെ വാങ്ങുന്നത് ഇതാണ് കേട്ടോ. ഇത് ഓൾഡ് ബെൻസ് മോഡൽ സാധനമാണ്. അവ നോക്കിയിട്ട് വാങ്ങിയതാണ്. താത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു താഴ്ത്തിയ വണ്ടിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സ്പോയിലർ വെച്ചിട്ടുണ്ട് ബാക്കിൽ. സ്പോയിലർ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ബാക്കിൽ. പിന്നെ വാങ്ങിയത് നമ്മുടെ BMW ആണ് കേട്ടോ. പണ്ടത്തെ BMW ആണ് വാങ്ങിയത്. ഇതാണിപ്പോൾ ഞാൻ എടുക്കൽ. ഇപ്പോൾ ഇതാ എടുക്കൽ.
വേറെ വണ്ടിയൊന്നും അങ്ങനെ എടുക്കലില്ല. ഇതാണ് ഇപ്പോൾ എടുക്കുക. ഇതിനും നമ്മൾ ബാക്കത്തെ സ്പോയിലർ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ഫ്രണ്ട് നമ്മൾ ഈ ബെൻസും ഈ BMW അങ്ങനത്തെയാണ് എടുക്കലുള്ളൂ കേട്ടോ. ഈ ബെൻസും BMW നമ്മൾ അത്യാവശ്യം എടുക്കാറ്. പിന്നെ നമ്മൾ ഈ ബെൻസിന് പൊട്ടിക്കുന്ന ടൈപ്പ് വാങ്ങിയതാണ് കേട്ടോ ഇതും. പിന്നെ നമ്മുടെ BMW പൊട്ടുന്ന ടൈപ്പ് ആക്കിയതാണ് നമ്മൾ. പിന്നെ ചെയ്തത് ഇത് അത്യാവശ്യം പൊട്ടും അങ്ങനെ വാങ്ങിയത്. പിന്നെ നമ്മൾ സുപ്രയാണ് വാങ്ങിയത്. സുപ്രയും അതുപോലെ തന്നെ പൊട്ടുന്ന നോക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. എക്സോസ്റ്റ് ടർബോ ഒക്കെ മാറ്റിയിട്ട് റെഡിയാക്കിയതാണ്. പിന്നെ ഒരു സ്പോയിലർ വെച്ചിട്ടുണ്ട് നമ്മൾ സുപ്രയ്ക്ക്. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സുപ്ര അതേ കളറാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് താത്തിയിട്ടുണ്ട്, കുറച്ചും താത്തിയിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ സുപ്ര ഫാൻസിൻ്റെ ലൈക്ക് അടിക്കുക. പിന്നെ നമ്മളെ സിവിക്കാണ് കേട്ടോ. നമ്മൾ സിവിക്ക് മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ടർബോ കയറ്റിയിട്ടുണ്ട്, ടർബോ പൊട്ടുന്ന ടൈപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ സ്പോയിലറും വെച്ചിട്ടുണ്ട് കേട്ടോ. അത്രേ നമ്മൾ ഇതിനകത്ത് ചെയ്തത്. പിന്നെ അലോയ് മാറ്റിയിട്ടുണ്ട്. അലോയിൻ്റെ കളറാണ് മാറ്റിയത്, അലോയ് അല്ല. അപ്പോൾ അലോയ് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്പർ പ്ലേറ്റ് ഞാൻ വെച്ചത് KL ഉദ്ദേശിച്ച് വെച്ചത്, പക്ഷേ ആയില്ല. പിന്നെ ഇത് നമുക്ക് ഇന്ന് കിട്ടിയൊരു വണ്ടിയാണ്. നമ്മുടെ ഡെയിലി കിട്ടുന്ന ഇത് കോയിൻസ് കളക്ട് ചെയ്യുന്നതിന് കിട്ടിയാണ് ഈ വണ്ടി. ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, ബ്ലാക്ക് അടിച്ചു. പിന്നെ നമ്മുടെ ബമ്പർ നമ്മളൊരു വൈറ്റ് കളറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊന്നും ചെയ്തില്ല. ഇന്ന് രാവിലെ ഓഫ് റോഡൊക്കെ കൊണ്ടുപോയതുകൊണ്ട് കുറച്ച് ഇതൊക്കെയാണ്, ഇത്ര ആയിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിനകത്ത് ഏതുകൊണ്ട് ഇഷ്ടപ്പെടുന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇനിയും ഈ CPM കളിക്കണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് കാർ കൊണ്ടാണ് കളിക്കണ്ടേ, CPM കളിക്കണോ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.